മനസ്സിലായില്ലേ എന്റെ ഈ സൗണ്ട് കേട്ടിട്ട്? യെസ് ഗൈസ്, ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് വരികയല്ല, പോവുകയാണ്. നമ്മൾ ഇന്ന് കോട്ടയം ചെങ്ങന്നൂർ ഭാഗത്തേക്ക് പോവുകയാണ് കേട്ടോ. ഒരു കല്യാണം ഉണ്ട്, അപ്പൊ അത് കൂടാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പൊ സാഹചര്യത്തിന്റെ സമ്മർദ്ദം മൂലം നമുക്ക് ഇറങ്ങുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം ഇന്ന് ഡ്യൂട്ടി ഉണ്ടായിരുന്നു. മോർണിംഗ് ഷിഫ്റ്റ് കയറി ഉച്ചയ്ക്ക് ഇറങ്ങി ഫുഡൊക്കെ കഴിച്ച് പിന്നെ പാത്രങ്ങളും എല്ലാം കഴുകി ഒതുക്കി വെച്ചിട്ടാണ് നമുക്ക് ഇറങ്ങാനായിട്ട്. അപ്പൊ അതിന്റെ ഒരു സമ്മർദ്ദം മൂലം നമുക്ക് എടുക്കാനൊന്നും പറ്റിയില്ല. അപ്പോ നമ്മൾ ഇറങ്ങി പാലക്കാട് നിന്ന് നമ്മൾ പോയി ഏതൊക്കെയോ റൂട്ട് പോയി രാത്രി ആവാറായപ്പോ നമ്മൾ എവിടെ ഇറങ്ങിയിട്ട് ഫുഡ് കഴിക്കാണ് കേട്ടോ. അപ്പോൾ നല്ല ചായ കിട്ടി, നല്ല ചായയായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെല്ലാം ഓർഡർ ചെയ്തത് ചിക്കൻ അൽഫാം മന്തിയായിരുന്നു. ഇവരെല്ലാം ചിക്കൻ റോള് വാങ്ങിച്ച് ചായയുടെ ഒപ്പം കഴിക്കുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് ലൈറ്റ് ആയിട്ട് കുറച്ച് ഹെവി ആയിട്ട് അൽഫാം മന്തി അങ്ങോട്ട് ഓർഡർ ചെയ്തു. പക്ഷേ ട്വിസ്റ്റ് എന്താ വെച്ചാൽ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ട് അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് കിട്ടിയത് അൽഫാമാണ് ഗൈസ്. അവർ കേട്ടില്ല അത്രയും മന്തി എന്നുള്ള ഒരു വാക്ക്. സോ അവർ അൽഫാം മാത്രമേ കേട്ടുള്ളൂ. പിന്നെ നമ്മൾ പറഞ്ഞു സാരില്ല, അത്രയും നേരം വെയിറ്റ് ചെയ്തിട്ടേ. അപ്പൊ അവർ പറഞ്ഞു നമ്മൾ മന്തി കൊണ്ടുവരാന്ന്. പക്ഷെ ഇനിയും വെയിറ്റ് ചെയ്യണ്ടേ, അപ്പൊ അതിന് നമുക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് കിട്ടിയത് കഴിച്ചിട്ട് നമ്മൾ പോവാണ് കേട്ടോ. അപ്പൊ അതിനിടയിൽ പോകുന്ന വഴിക്ക് പിന്നെ വേറെ എവിടേക്ക് എത്തിയപ്പോ നമ്മളൊന്ന് നിർത്തി, എന്നിട്ടൊന്ന് സോഡ കുടിക്കാൻ വിചാരിച്ചു. പിന്നെ അമ്മയ്ക്ക് വൊമിറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പൊ ആ ഭാരം കൂടെ അവിടെ പോകുന്ന വഴിക്ക് ഇറക്കാനുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും അവിടെ നിർത്തി. ഞാനും ഡാനും കൂടെ നല്ല സ്റ്റൈലായിട്ട് എന്തൊക്കെയോ കുടിക്കുന്ന പോലെ സോഡ കുടിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ ഫുൾ എൻജോയ്മെന്റ് മൂഡായിരുന്നു. ഞാനും ഡാനും ഫുൾ ഒരു ട്രിപ്പ് മോഡിലായിരുന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ നമ്മുടെ ഡെസ്റ്റിനേഷൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. അവിടെ നമ്മളെക്കകത്ത് കുറച്ച് ഫുഡൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നല്ലോണം തട്ടിവിട്ട ശേഷം നമ്മൾ പോയി കിടന്നുറങ്ങി. ഓൺ ദി നെക്സ്റ്റ് ഡേ ഗൈസ്, ഇതായിരുന്നു എന്റെ ലുക്ക്. പിന്നെ ഈ കാണുന്ന സ്ഥലത്തായിരുന്നു നമ്മൾ അന്ന് സ്റ്റേ ചെയ്തിരുന്നത്. ഇന്നലെ സ്റ്റേ ചെയ്തത്. അങ്ങനെ നമ്മൾ റെഡി ആയിട്ട് നമ്മുടെ കാറിൽ നമ്മൾ പോവുകയാണ്. അച്ചൂട്ടി ഞാനും സെയിം കളറായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് കേട്ടോ ചെങ്ങന്നൂർ മഹാദേവ ക്ഷേത്രം. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നേ. അപ്പൊ അതിന്റെ ഒരു ക്യൂരിയോസിറ്റിയും എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. അമ്പലം എന്ന് പറയുമ്പോൾ നമുക്ക് കാണാനായിട്ട് ഇപ്പൊ പാലക്കാട് വരുമ്പോൾ തൃശ്ശൂർ പോകുമ്പോൾ ഓരോ ഡിസ്ട്രിക്റ്റിലും അവിടുത്തെ ടെമ്പിൾസ് കാണാനായിട്ട് വെറൈറ്റി ആണല്ലോ. വേറെ വേറെ ഡിസൈൻസും ക്യൂരിയോസിറ്റി ഉണർത്തുന്ന അങ്ങനെ പോകുമ്പോഴാണ് ഗൈസ് കുറെ ഐറ്റംസ് എന്റെ കണ്ണുടക്കിയത് എന്ന് പറയാം. ഇതൊക്കെ ഒരു 2 മിനിറ്റ് കൂടെ ഞാൻ അവിടെ നിന്നിരുന്നെങ്കിൽ ഇതില് എല്ലാം ഞാൻ വാങ്ങിച്ചേനെ. കാരണം എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ബുദ്ധ വാങ്ങണം എന്നുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞു വരുമ്പോ വാങ്ങിക്കാന്ന്. നമ്മള് പണ്ട് പൂരപ്പറമ്പിൽ പോകുമ്പോ അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ പോകുമ്പോ പറയില്ലേ തിരിച്ചു വരുമ്പോ വാങ്ങാന്ന്. പക്ഷെ വാങ്ങോ ഇല്ല. അപ്പൊ അതായിരുന്നു സംഭവിച്ചത്. പോകുമ്പോ ഞാൻ വിചാരിച്ചു ശരി എന്നാ വരുമ്പോ വാങ്ങിക്കാം എന്നൊക്കെ പ്രതീക്ഷയില് പോയി. പിന്നെ അവിടെ എത്തിയപ്പോണ്ടല്ലോ ഇങ്ങനെ അമ്പലം കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഞാൻ ആദ്യമായിട്ടല്ലേ ഈ അമ്പലം കാണുന്നേ. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടല്ലോ ഗൈസ്, ഈ ഒരു നാരങ്ങ നമുക്ക് കിട്ടിയായിരുന്നു. അതെന്തിനാണ്? അപ്പൊ ഞാൻ അങ്ങനെ ചോദിച്ചപ്പോൾ രാഹുലേട്ടൻ ഇങ്ങനെ പറയണ്ടായിരുന്നു, കല്യാണം കഴിഞ്ഞിട്ട് ക്ഷീണാവുമ്പോ നമുക്ക് അത് പിഴിഞ്ഞ വെള്ളം കുടിക്കാണെന്ന്. നാരങ്ങ വെള്ളം കുടിക്കാന്ന്. അപ്പൊ അതിനു വേണ്ടിയാണ് ഇവിടെയൊക്കെ നാരങ്ങ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണേന്ന്. ശരിക്കും ഇതിന്റെ റിയാലിറ്റി എന്താണ് അറിയുന്നവരുണ്ടെങ്കിൽ കമന്റ്സ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇവിടെ ഈ ഒരു ക്ഷേത്രത്തില് ഒരു സൈഡ് ശിവനും ഒരു സൈഡ് ദേവിയാണെന്ന് തോന്നുന്നു കേട്ടോ. എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തു. നമ്മൾ ഉള്ളിൽ കയറിയില്ല, ടെമ്പിളിന്റെ അകത്ത് കയറിയില്ല. ഇവിടെയായിരുന്നു. ഇവിടെ 2 കല്യാണം ഉണ്ടായിരുന്നു. പക്ഷെ അതറിയാത്ത നമ്മൾ അപ്പുറത്തെ കല്യാണത്തിന്റെ സീറ്റിലാണ് പോയിരുന്നത് കേട്ടോ. അവിടെയായിരുന്നു കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ടല്ലേ. അവിടെയായിരുന്നു ആക്ച്വലി മാരേജ് എന്ന് തോന്നുന്നു. നമ്മൾ ഇരുന്നത് ഇപ്പുറത്തെ സീറ്റിലായിരുന്നു. പിന്നെ നമ്മൾ എഴുന്നേറ്റപ്പോൾ എല്ലാവരും പറഞ്ഞു സാറില്ല അവിടെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ ഇരുന്ന് കല്യാണമൊക്കെ കണ്ട്. പിന്നെ നമ്മുടെ ഞാൻ ഇതിനു വേണ്ടി മാത്രമാണ് വന്നത് എന്ന് വെച്ചാൽ കോട്ടയത്തെ സദ്യ എക്സ്പീരിയൻസ് ചെയ്യാം. ഇവിടെയും കിട്ടി ഗൈസ് ഒരു വലിയൊരു നാരങ്ങ. ഞാൻ പിന്നെ അതൊക്കെ അമ്മയ്ക്ക് പറക്കി കൊടുത്തു. എല്ലാവരും ഇലയിലും നാരങ്ങ ഞാൻ അമ്മയ്ക്ക് പറക്കി കൊടുത്തു കേട്ടോ. അമ്മ അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ചോറും പരിപ്പും നെയ്യുമാണ് കേട്ടോ ഈ ഒഴിക്കുന്നത്. അപ്പൊ അത് രണ്ടും കൂടെ ചോറിൽ മിക്സ് ചെയ്തിട്ട് കഴിച്ചപ്പോ അത് പോകുന്ന വഴി എനിക്ക് അറിയാൻ പറ്റിയിരുന്നു. കാരണം അത്രയും വിശപ്പുണ്ടായിരുന്നേ. ആ ഒരു വിശപ്പിലാണ് നമ്മൾ ഇത് കഴിക്കാൻ ഇരുന്നത്. പിന്നെ അതിനുശേഷം സാമ്പാർ വന്നു. ഇവിടെ ഇങ്ങനെ വേറെ തരം സദ്യ ആണല്ലോ. പിന്നെ ഓരോ കറികളൊക്കെ വന്ന് ലാസ്റ്റ് മോരുകറിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാം കഴിച്ച് ലാസ്റ്റ് ഞാൻ ദേവന് പഠിപ്പിച്ചു കൊടുക്കായിരുന്നു അടപ്രഥമൻ എങ്ങനെ കഴിക്കണം. ദേവ നോക്കൂ, അടപ്രഥമനില് കുറച്ച് പപ്പടവും പഴവും കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെയാണ് നമ്മൾ കഴിക്കേണ്ടത്. പിന്നെ അത് കഴിച്ചു കഴിയുമ്പോഴേക്കും അപ്പുറത്ത് ബോളിയും പാൽപ്പായസവും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ബോളിയും പാൽപ്പായസവും അത്ര ഇഷ്ടമായില്ല. ബോളിയും പാലട ആയിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. പക്ഷെ ഇവിടെ പാലട ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ കല്യാണത്തിന്.
പക്ഷെ അടുപ്രഥമൻ എന്നെ അട്രാക്ട് ചെയ്തു കേട്ടോ. അത് എനിക്ക് കുറച്ച് ഇമ്പ്രസീവായി തോന്നി. പിന്നെ നമ്മൾ തിരിച്ചു വന്ന് എല്ലാ ബാഗും സാധനങ്ങളും പാക്ക് ചെയ്തിട്ട് നമ്മൾ ചേഞ്ച് ചെയ്തു. PWD റെസ്റ്റ് ഹൗസിലായിരുന്നു പിന്നെ അന്ന് ഈവനിങ് നമ്മുടെ സ്റ്റേ. ഓക്കെ, അപ്പൊ നമ്മൾ ചെങ്ങന്നൂർ PWD റെസ്റ്റ് ഹൗസിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് ഇത് റിസപ്ഷന്റെ ഡേ ആണ് കേട്ടോ. റിസപ്ഷന് നമ്മൾ പോയി. പക്ഷേ നമുക്ക് ഗുരുവായൂർ ഏകാദശി ആയിരുന്നല്ലോ. ഗുരുവായൂർ ഏകാദശി ആയതുകൊണ്ട് തന്നെ എനിക്ക് വ്രതം ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് അവിടുത്തെ നോൺ ഐറ്റംസ് ഒന്നും കഴിക്കാൻ പറ്റിയില്ല ഗൈസ്. സോ ഞാൻ വെജ് ആണ് പ്രിഫർ ചെയ്തത്. അതിനുശേഷം നമ്മൾ റൂമിൽ വന്ന്, ഇത് പിറ്റേ ദിവസമാണ് കേട്ടോ. നെക്സ്റ്റ് ഡേ നമ്മൾ രാവിലെ അമ്പലപ്പുഴ പോവാണ്. അമ്പലപ്പുഴ മാത്രമല്ല, ഒരുപാട് ടെമ്പിൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടി നമ്മളെല്ലാം പാക്ക് ചെയ്ത് കാറിൽ വെക്കുകയാണ്. കാരണം അത് കഴിഞ്ഞ് നമ്മൾ നേരെ പാലക്കാട് പോകും. അപ്പൊ രാവിലെ തന്നെ നമ്മൾ ഇറങ്ങി. അപ്പൊ ഞാനും ദേവനും പതിയെ താഴേക്ക് ഇറങ്ങാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ അമ്പലത്തിന്റെ എവിടെയൊക്കെ പോകണം, എങ്ങനെയൊക്കെ പോകണം എന്നൊക്കെ പ്ലാൻ ചെയ്ത് വീഡിയോ എടുക്കണം ദേവ എന്നൊക്കെ പറഞ്ഞ്, പിന്നെ നമ്മൾ കുറെ ഓരോ പരദൂഷണമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ സ്റ്റെപ്പായി ഇറങ്ങി. പിന്നെ സ്പീഡിൽ ഇറങ്ങാനും പറ്റില്ല, കുറെ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അത് ഞങ്ങൾ പതിയെ പോവാണ്. നല്ല എന്താണ് സൺറൈസ് അല്ലെ. അപ്പൊ അതൊക്കെ കണ്ട് എന്തോ ഒരു പോസിറ്റീവ് വൈബായിരുന്നു. അമ്പലത്തിലും കൂടെ പോവാണല്ലോ. അപ്പൊ പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ വേഗം എഴുന്നേറ്റിട്ട് ഇതിനെ ചുറ്റും കറങ്ങി കാണണമെന്ന്. പക്ഷെ അത് സ്വപ്നങ്ങളിൽ മാത്രമായിരുന്നു. സ്വപ്നങ്ങളിൽ ഞാൻ കുറെ കറങ്ങിക്കൊണ്ടായിരുന്നു. കാരണം എഴുന്നേറ്റപ്പോ തന്നെ നമുക്ക് അമ്പലത്തിൽ പോകേണ്ടി ഇരുന്നു എന്ന് പറഞ്ഞിട്ട് ചാടി എഴുന്നേറ്റ് ഏട്ടനും എല്ലാവരും വന്ന് വിളിച്ചപ്പോ. അങ്ങനെ അച്ചുകുട്ടി കളിപ്പിലാണ് ഗേസ്. അച്ചുകുട്ടി അമ്പലത്തിൽ പോകുന്നതിന്റെ തിരക്കിലാണ്. ഞാന് കണ്ണും പൊട്ടൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ പരത്തിയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ കുഞ്ഞു കുട്ടിയല്ലേ, സാരമില്ല വിചാരിച്ചു. കാരണം അത് മാച്ചിട്ടും പോകുന്നില്ല. അല്ലെങ്കിൽ നമുക്കത് ഇതായിരുന്നു, ബോറായിരുന്നു പരന്നത്. പിന്നെ കുഞ്ഞു കുട്ടിയല്ലേ, കുഴപ്പമില്ല വിചാരിച്ചു അങ്ങനെ വെച്ചു. അങ്ങനെ നമ്മൾ ആദ്യത്തെ ഡെസ്റ്റിനേഷനിൽ എത്തി ഗൈസ്, ചക്കുളത്തുകാവ്. ഇവിടെ വന്നു തൊഴുതു. ഇവിടെയായിരുന്നു കൂടുതൽ സമയം തൊഴാനായിട്ട് എടുത്തത് കേട്ടോ. ഇവിടെ വഴിപാട് ചെയ്യാനുണ്ടായിരുന്നു. കുറെ കൗതുകത്തോടെ കാണാനുള്ള ഒരുപാട് ഉണ്ടായിരുന്നു. 2-3 ദിവസം കഴിഞ്ഞ അവിടെ പൊങ്കാലയും കൂടെ ആയിരുന്നല്ലോ. പിന്നെ ഞാൻ എന്താ ഇത് പണ്ട് ഇങ്ങനെ വീടുകളിൽ വരായിരുന്നു കേട്ടോ. അവിടെ തൃശ്ശൂരൊക്കെ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ അമ്മ ഇങ്ങനെ ചൊല്ലിപ്പിക്കാറൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ വന്നപ്പോ എനിക്കൊരു എന്തോ ഇത്. അപ്പോ രാഹുലേട്ടൻ എന്നെ അവിടെ ഇരുത്തിയിട്ട് ഇത് പാടാൻ പറഞ്ഞു. അങ്ങനെ എന്തോ ഇതൊക്കെ ഇതാക്കിയ എന്തോ ഒരു വിശ്വാസമാണ് നമ്മുടെ കണ്ണേറൊക്കെ പോകുന്നുള്ളത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫോട്ടോ ഒക്കെ എടുക്കാം എന്ന് വിചാരിച്ച് അവിടെ ഇരുന്നു കേട്ടോ. അതൊക്കെ ചക്കുളത്തുകാവിന്റെ അവിടെ തന്നെയാണ്. അവിടെ ഉള്ളവർക്ക് അറിയായിരിക്കും അല്ലെ. അപ്പോ ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ഇങ്ങനെ കൃഷ്ണന്റേതും എല്ലാം നല്ല രസമായിരുന്നു. നമുക്ക് കാണാനും തൊഴുവാനും നമുക്ക് മനസ്സിലുള്ളത് തുറന്നു പറയാനും. പക്ഷെ ഇവിടെ എനിക്കൊരു അബദ്ധം പറ്റി. ഇപ്പുറത്തെ ചെവി പൊത്താൻ ഞാൻ മറന്നുപോയി. മനസ്സിലായോ? അപ്പോ അതൊരു അബദ്ധമായിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറിട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അതിന് ശേഷമാണ് അമ്പലപ്പുഴ പോയത്. ഇതിനിടയിൽ ഒരു ടെമ്പിള് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, മണ്ണാർശാല പോയിട്ടുണ്ടായിരുന്നു. മണ്ണാർശാല പോയി. പക്ഷെ അത് അവിടെ വീഡിയോസ് ഫോൺ യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിന്റെ ക്ലിപ്സ് ഒന്നുമില്ല. അത് കഴിഞ്ഞ് നമ്മുടെ കണ്ണനെ കാണാനെ പോയത് അമ്പലപ്പുഴയില്. ഇത്രയേ ഉള്ളൂ. ടാറ്റാ.